Hi students, today in this session we shall discuss Introduction to Goods and Service Tax. So in module 1 today we will discuss the first unit, and in this unit or in this session we shall discuss the Introduction to Goods and Service Tax. So in this first we have to think about the foundation of taxation in India. ഇന്ത്യയിലെ ടാക്സേഷൻ്റെ ഫൗണ്ടേഷൻ എന്താണ്? ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയതുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം ലോ എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അവർ കൺട്രി. നമ്മുടെ സുപ്രീം ലോ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്താ? നോ ടാക്സ് ഷാൽ ബി ലെവിഡ് ആൻഡ് കളക്റ്റഡ് ബൈ ആൻ അതോറിറ്റി വിതൗട്ട് സബോർഡിനേറ്റ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് സബോർഡിനേറ്റ് അല്ലാതെ ഒരു അതോറിറ്റിക്ക് ടാക്സ് ലെവി ചെയ്യാനോ കളക്ട് ചെയ്യാനോ ഉള്ള റൈറ്റ് ഇന്ത്യയിലില്ല. അപ്പം എല്ലാ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ? കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ സുപ്രീം ലോ ആയിട്ട് വരുന്നത്. ഇപ്പം GST ആക്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ട്, ഇൻകം ടാക്സ് ആക്ട് ആണെങ്കിലും സെയിൽ ടാക്സ് ആക്ട് ആണെങ്കിലും ഏത് ആക്ട് ആണെങ്കിലും ഏത് ലോ ആണെങ്കിലും അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് സബോർഡിനേറ്റ് ആണ്. ഇപ്പൊ GST എന്താ? 101 അമെൻമെന്റ് ആക്ടിലാണ് GST നടപ്പിലാക്കുന്നത്. GSTയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ ടാക്സേഷൻ സിസ്റ്റം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാക്സേഷൻ സിസ്റ്റത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ടാക്സ് എന്താ? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് ഈസ് ടാക്സ് ലെവിഡ് ആൻഡ് ചാർജ് ബൈ ദി ഗവൺമെന്റ് ഓൺ ദി ഇൻഡിവിജ്വൽസ്. ഇപ്പം നേരിട്ട് ഇൻഡിവിജ്വൽസിൻ്റെ മേൽ ലെവി ചെയ്യുന്ന ടാക്സ് ആണ്, ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ്. ഈ ഒരു ടാക്സ് ഒരാൾക്ക് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്, ഒരാളുടെ ഇൻകത്തിൻ്റെ മേലുള്ള ടാക്സ് അയാൾ തന്നെ പേ ചെയ്യണം, അത് ട്രാൻസ്ഫറബിൾ അല്ല. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് അത് ആ ടാക്സ് ബേർഡൻ ഒരാൾ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ടാക്സ് ബേർഡൻ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാവുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. ദി ബേർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഫോർ എക്സാമ്പിൾ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഓർ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, ഇതൊക്കെ എന്താ? മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഈ പ്രധാനമായിട്ട് നമ്മൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സിന്റെ ഒരു എക്സാമ്പിൾ ഇൻകം ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താ? GSTയും എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും ഒക്കെയാണ്. ഇനി നമ്മൾ GSTയെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ GST എന്താ പറഞ്ഞിരിക്കുന്നത്? GST in India is coming under indirect tax. ഇൻഡയറക്റ്റ് ടാക്സിന്റെ കീഴിലാണ് GST വരുന്നത്. ഇപ്പൊ GSTയുടെ ബേസ് വാറ്റ് ആണ്, വാല്യൂ ആഡഡ് ടാക്സ് തന്നെയാണ്. ഇനി എന്താണ് GSTയെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ GST പ്രധാനമായിട്ടും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ്. ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, ലെവിഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ GST ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് levied on supply of goods and services within India and aims at making the country a unified common market. Within India, charged on goods and services within India and making the country a unified common market. ഇന്ത്യയെ പൊതുവായിട്ട് ഒരു യൂണിഫൈഡ് കോമൺ മാർക്കറ്റ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ടാക്സേഷൻ സിസ്റ്റമാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST എന്താ? ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ബേസ്ഡ് ഓൺ വാറ്റ് ആണ് അതിന്റെ ബേസ് ആയിട്ട് വരുന്നത്. ദെൻ രണ്ടാമത് GST ലോസ് എംഫസൈസസ് ഓൺ വോളണ്ടറി കംപ്ലയൻസ്. ഇതിന് വോളണ്ടറി കംപ്ലയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൺ അക്കൗണ്ട്സ് ബേസ്ഡ് റിപ്പോർട്ടിംഗ് ആൻഡ് മോണിറ്ററി സിസ്റ്റം GST ഫോളോസ് എ യുണീക് ഐഡിയോളജി ഓഫ് വൺ നേഷൻ വൺ ടാക്സ്. GSTയുടെ പ്രധാനപ്പെട്ട ഐഡിയോളജി ആയിട്ട് പറയുന്നത് എന്താ? വൺ നേഷൻ വൺ ടാക്സ്. ഒരു രാജ്യത്ത് ഒരു ടാക്സ് മാത്രം.
എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ ടാക്സ് മാത്രം. ഈ ഒരു ഐഡിയോളജിയിൽ ബേസ് ചെയ്താണ് GST ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. 2004 ആരംഭിച്ച ഈ പ്രോസസ്സ് 2016-17 ആയപ്പോഴേക്കാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. ഇത്രയും ഒരു ലെങ്തി, വളരെ നീണ്ട കാലഘട്ടത്തിലെ ഡിസ്കഷൻസിനും തിങ്കിങ്ങിനും റീതിങ്കിങ്ങിനും എല്ലാം ഫലമായിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ദെൻ GST എന്തിനൊക്കെ ആപ്ലിക്കബിൾ ആയിരിക്കും നമുക്കൊന്ന് ചിന്തിക്കാം. GST ഈസ് ആപ്ലിക്കബിൾ ഫോർ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. GST ഗുഡ്സ് ആൻഡ് രണ്ടിന്റെ മേലും ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, ഗുഡ്സിന് മാത്രമല്ല, സർവീസസിന് മാത്രമല്ല. സോ GST ഈസ് ആപ്ലിക്കബിൾ ഓൺ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദെൻ അഗെയിൻ ടുഗദർ വിത്ത് യൂണിഫോം പ്രൈസിങ്, അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, GST പ്രത്യേകതയാണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ബോത്ത് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ടുഗദർ വിത്ത് യൂണിഫോം പ്രൈസിങ്. ഒരു യൂണിഫോം പ്രൈസിംഗ് ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. GST was introduced to bring down the unwanted inflation in the economy. GST ഇംപ്ലിമെന്റ് ചെയ്ത പറഞ്ഞിരിക്കുന്നത് എന്താ? അൺവാണ്ടഡ് ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പം, പണപ്പെരുപ്പം അതൊഴിവാക്കുക, ഒരു വൺ നേഷൻ വൺ മാർക്കറ്റ് കോൺസെപ്റ്റിലേക്ക് മാറുക. ഇങ്ങനെ കുറെ എയിംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് GST ഇംപ്ലിമെന്റേഷൻ. ദെൻ നമ്മൾ ഈ വാറ്റിനെ കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും. വാറ്റ് എന്താ? വാല്യൂ ആഡഡ് ടാക്സ്. GST ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിലവിലിരുന്ന ടാക്സേഷൻ സിസ്റ്റം ഇൻ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്, ഇപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സിന്റെ മേൽ ഉണ്ടായിരുന്ന എന്താണ്? വാല്യൂ ആഡഡ് ടാക്സ് സിസ്റ്റം ആയിരുന്നു. വാല്യൂ ആഡഡ് ടാക്സ് സിസ്റ്റത്തിന്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയുന്ന കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ ആണ്. ഒരു വസ്തുവിന്റെ മേൽ ടാക്സ് ചാർജ് ചെയ്യുന്നു, വീണ്ടും ആ ടാക്സിന്റെ മേൽ വീണ്ടും ടാക്സ് വരുന്നു. ടാക്സ് ഓൺ ടാക്സ്. അൾട്ടിമേറ്റ് കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം എന്താ? പല സ്റ്റേറ്റിലായിട്ട് പലരിൽ നിന്നും ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമായിരുന്നു വാറ്റിൽ വന്നിരുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് ഒരു യൂണിഫോം ടാക്സേഷനിലേക്ക് മാറ്റുക. ദെൻ വാല്യൂ ടാക്സ് വാസ് ആപ്ലിക്കബിൾ ഫോർ ഗുഡ്സ് സോൾഡ് ആൻഡ് നോട്ട് സർവീസസ്. വാറ്റ് പ്രധാനമായിട്ടും എന്താ? ഗുഡ്സ് സോൾഡിന്റെ മേലാണ് ലെവി ചെയ്തിരുന്നത്, സർവീസസിന്റെ മേൽ ആപ്ലിക്കബിൾ ആയിരുന്നില്ല. അപ്പൊ സർവീസിന് സെപ്പറേറ്റ് ടാക്സേഷൻ സിസ്റ്റം ആയിരുന്നു. സർവീസ് ടാക്സ് ടു കെയർ ഓഫ് സർവീസസ് റെൻഡേഡ്. വാറ്റ് വാസ് ആപ്ലിക്കബിൾ ഓൺലി ഓൺ ഗുഡ്സ് സോൾഡ്, ദെൻ സർവീസസ് ടാക്സ് വാസ് ആപ്ലിക്കബിൾ ഓൺ സർവീസസ് റെൻഡേഡ്. ഇപ്പൊ രണ്ടിനും രണ്ട് ടാക്സ് ആയിരുന്നു. GST നിലവിൽ വന്നതോടുകൂടി ബോത്ത് ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരൊറ്റ ടാക്സ് മാത്രം, GST മാത്രം ആപ്ലിക്കബിൾ ആയിട്ട് മാറി. Then what is calculated on the market price of goods, further excise duty and what added up to it. Market price എന്താ? What was calculated on the market price of goods, what market price of goods ന്റെ മേൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ വീണ്ടും എന്താ എക്സൈസ് ഡ്യൂട്ടിയും വാട്ടും ആഡ് ചെയ്തിട്ടാണ് അത് വിറ്റിരുന്നത്. അപ്പം കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ ഉണ്ടായി. ഒരേ പ്രോഡക്റ്റിന്റെ മേൽ പല ഘട്ടങ്ങളിലായിട്ട് ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നു. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുക, ഒരു യൂണിഫോം ടാക്സേഷൻ സിസ്റ്റത്തിലേക്ക് വരിക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വാറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ഒരു ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. GST ഇംപ്ലിമെന്റേഷൻ ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, രണ്ട് വാറ്റിന്റെയും GSTയുടെയും ഒരു ഡിഫറൻസ് അറിയാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു വസ്തു നമ്മൾ വിൽക്കുന്നു. ഏതെങ്കിലും ഒരു വസ്തു 3000 രൂപ വിലയുള്ള ഒരു വസ്തു ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിൽക്കുകയാണ്. ഈ 3000 വില വന്നു കഴിയുമ്പോൾ പ്രൈസ് ഓഫ് ഗുഡ്സ് എന്താ? 3000. 3000 രൂപയാണ് വസ്തുവിന്റെ വില. ഇനി ഇത് വാറ്റ് സിസ്റ്റം ആണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി ആദ്യം പേ ചെയ്യും. ഒരു 12% ആണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി 12% വന്നു. ഇപ്പൊ എത്ര വന്നു? 3000-ന് 12.5% എക്സൈസ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പം 375 രൂപ എക്സൈസ് ഡ്യൂട്ടി വന്നു. ഈ 3000-ഉം 375 കൂടെ ആഡ് ചെയ്തു. 3000 + 375 എത്രയായി? 3375 ആയിട്ട് മാറി. രണ്ടിന്റെയും കൂടെ ടോട്ടൽ.
ഇപ്പോൾ പ്രൈസും അതിൻ്റെ മേൽ എക്സൈസ് ഡ്യൂട്ടി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3,375 ആയി. ഇനി ഈ 3,375 മേൽ ആണ് നമ്മൾ എന്താ വാറ്റ് ചാർജ് ചെയ്യുന്നത്. വാറ്റ് സിസ്റ്റം ആണെങ്കിൽ പ്രൈസ് ഓഫ് ഗുഡ്സിന്റെ ഒരു നിശ്ചിത ശതമാനം എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആദ്യം അത് ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ സബ് ടോട്ടലിന്റെ ഒരു നിശ്ചിത ശതമാനമാണ് വീണ്ടും എന്താ വാല്യൂ ആഡഡ് ടാക്സ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം വാറ്റ് ഒരു 14.5% ആണ് വരുന്നതെങ്കിൽ ടോട്ടൽ എന്ത് വരും? ഈ സബ് ടോട്ടലിന്റെ അതായത് 3,375ന്റെ 14.5% അല്ലെങ്കിൽ 490 വാല്യൂ ആഡഡ് ടാക്സ് ആയിട്ട് വരുന്നു. അപ്പം 3,000 രൂപ അടിസ്ഥാന വില അല്ലെങ്കിൽ പ്രൈസ് ഉള്ള ഒരു വസ്തുവിന് ആദ്യം എക്സൈസ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യും. ആ എമൗണ്ട് ആഡ് ചെയ്തു. ഇപ്പം 3,375 വന്നു. ഈ 3,375ന്റെ 14.5% എന്താണ്? വാല്യൂ ആഡഡ് ടാക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഇതും കൂടി ആഡ് ചെയ്തു. ഇപ്പം 490 രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രയാ? 3,865 3,865 ആണ് ടോട്ടൽ എമൗണ്ട് പേയബിൾ ബൈ ദി കസ്റ്റമർ. ആദ്യത്തെ സിസ്റ്റം നമ്മൾ വാറ്റ് സിസ്റ്റം ആണെങ്കിൽ 3,000 രൂപ പ്രൈസ് ഉള്ള ഒരു വസ്തു, അതിന് ഒരു കസ്റ്റമർ രണ്ട് ലെവലിലായിട്ട് ആദ്യം എക്സൈസ് ഡ്യൂട്ടി സബ് ടോട്ടൽ എടുക്കുന്നു, ഇതിൻ്റെ വീണ്ടും വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആ ടാക്സ് കൂടെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ വന്നു കഴിയുമ്പം 3,865 3,865 ആണ് ഒരു കസ്റ്റമർ പേ ചെയ്യേണ്ടി വരുന്നത്. ഇനി ഇതേ വസ്തു തന്നെ സെയിം ഗുഡ്സ് നമ്മൾ GST സിസ്റ്റത്തിലേക്ക് മാറിക്കഴിയുമ്പോഴേക്കും, GST സിസ്റ്റം ആണെങ്കിൽ GST വിൽ ബി ഓൺലി ചാർജ്ഡ് ഓൺ സെല്ലിംഗ് പ്രൈസ്. GST സെല്ലിംഗ് പ്രൈസിന്റെ മേലാണ് ചാർജ് ചെയ്യുന്നത്. എക്സൈസ് ഡ്യൂട്ടി അവിടെ ആഡ് ചെയ്യപ്പെടുന്നില്ല. ആൻഡ് സബ്സിക്വന്റ് പാർട്സ് ഓഫ് SGST ആൻഡ് GST വുഡ് ബി ആഡഡ് ടു വാല്യൂ ഓഫ് ഗുഡ്സ് ആസ് ദെയർ പെർസെൻറ്റേജ്. നമ്മൾ ആ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഇൻവോയ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രൈസ് ഓഫ് ഗുഡ്സ് എത്രയാണ്? 3,000 രൂപയാണ് പ്രൈസ് ഓഫ് ഗുഡ്സ്. ഇതിന്റെ CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 8%. വീണ്ടും SGST അതും 8%. CGST എത്ര വന്നു? 3,000ന്റെ 8% 9% ആണ് വരുന്നത്. 9% വന്നു കഴിയുമ്പം 270. CGST 270, SGST again 9% 270. ഈ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ്? നമുക്ക് 540 വരും. 3,000 രൂപ വിലയുള്ള ഒരു സാധനം നമ്മുടെ GST സിസ്റ്റത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ അതിന്റെ കസ്റ്റമർ പേ ചെയ്യേണ്ടി വരുന്ന എത്രയുണ്ട്? 3,540 രൂപയേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു കസ്റ്റമർക്ക് 325 റുപ്പീസിന്റെ ഗെയിൻ ഉണ്ടാകുന്നു. ഇതുകൊണ്ടാണ് ഒരു ബെനഫിറ്റ് ആയിട്ട് പറയുന്നത് GST ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ പല വസ്തുക്കളുടെയും വിലയിൽ കുറവുണ്ടാകും. കാരണം നമ്മളെന്താ ഇവിടെ ഒരു യൂണിഫോം ടാക്സേഷൻ ആണ്. ഇത്ര ശതമാനം CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതേ നിശ്ചിത ശതമാനം തന്നെ SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇത് മാത്രം ആഡ് ചെയ്യുന്നു. വാറ്റ് സിസ്റ്റം ആകുമ്പോൾ ആദ്യം എന്താ? പ്രൈസ് ഓഫ് ഗുഡ്സിന്റെ മേൽ എക്സൈസ് ഡ്യൂട്ടി നിശ്ചിത ശതമാനം കാൽക്കുലേറ്റ് ചെയ്യും, അത് ആഡ് ചെയ്യും. ആ സബ് ടോട്ടലിന്റെ നിശ്ചിത ശതമാനം വാറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആണ് നമുക്കതിന്റെ പ്രൈസ് ദാറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ ദി കസ്റ്റമർ കിട്ടുന്നത്. ഈ രണ്ട് ലെവലിൽ ടാക്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ വാല്യൂ കൂടുതലായിട്ട് മാറും. GST ഇംപ്ലിമെന്റേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ ബെനിഫിറ്റ് ഇതാണ്. പല പ്രോഡക്റ്റുകളുടെയും സർവീസുകളുടെയും വില നിലവിലുള്ളതും കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ദെൻ GST എലിമിനേറ്റ് ചെയ്യുന്ന പറയുന്നത്. ഇങ്ങനെ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആണ്. GST ഹാസ് എലിമിനേറ്റഡ് അഡീഷണൽ ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഹാസ് റെഡ്യൂസ് ദി ബർഡൻ ഓൺ ദി കോമൺ ടാക്സ് പെയർ. കോമൺ ടാക്സ് പെയറിന്റെ മേൽ അഡീഷണൽ ബർഡൻ അത് ഒഴിവാക്കാൻ GST സഹായകമാണ്.
both VAT and GST are levied on the value of sale or supply of goods. വാല്യൂ ആഡഡ് ടാക്സും ജി എസ് ടിയും രണ്ടും എന്തിന്റെ മേലാണ്? ലെവിഡ് ഓൺ ദി വാല്യൂ ഓഫ് സെയിൽ ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ വാല്യൂ ഓഫ് സെയിൽ, വിൽപ്പന വിലയിലാണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ആ പ്രൈസിന്റെ മേലാണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് സ്റ്റിൽ ദർ ആർ ലോട്ട്സ് ഓഫ് ഡിഫറൻസ്. ഇത് തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ പിന്നീട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ഡെഫിനിഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കണം. വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താ? GST is a comprehensive multi-stage destination based tax and will be levied on every value addition. GST-യിലും പറയുന്നുണ്ട് GST will be levied on every value addition. വാറ്റ് പോലെ തന്നെ ഓരോ വാല്യൂ അഡീഷനിലും GST-യുടെ കീഴിലും ടാക്സ് ചാർജ് ചെയ്യപ്പെട്ടിരിക്കും. GST-യുടെ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ദെൻ ഇത് മൾട്ടി സ്റ്റേജ് ആണ്. GST-യും വാറ്റ് പോലെ തന്നെ മൾട്ടി സ്റ്റേജ് ആണ്. There are multiple change of hands and item goes to along its supply chain from manufacturer to the final sale to the consumer. ഒരു പ്രോഡക്റ്റ്, സെയിം പ്രോഡക്റ്റ് പല സ്റ്റേജുകളിലൂടെ കടന്നാണ് ഒരു മാനുഫാക്ചറിൽ നിന്നും അൾട്ടിമേറ്റ് കസ്റ്റമറിൽ എത്തിച്ചേരുന്നത്. ഒരു മൾട്ടിപ്പിൾ സ്റ്റേജസ്. മാനുഫാക്ചറർ നേരിട്ട് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് ആ ഡിഫറെൻറ്റ് സ്റ്റേജസ്, മൾട്ടിപ്പിൾ സ്റ്റേജസ് ഒന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്താ, ഒരു ഡീലർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ ചെയ്യുന്നത് നമ്മൾ ഈ കേസ് 1 by 1 ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദി ഫസ്റ്റ് സ്റ്റേജ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. ഒരു മാനുഫാക്ചർ റോ മെറ്റീരിയൽ വാങ്ങുന്നു, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. ദെൻ രണ്ടാമത്തെ സ്റ്റേജ് എന്താ, പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ. വാങ്ങുന്ന റോ മെറ്റീരിയൽ കൊണ്ട് ഉൽപാദനം അല്ലെങ്കിൽ മാനുഫാക്ചർ നടത്തുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റേജിലായിട്ട് എന്താ, വെയർ ഹൗസിംഗ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. മൂന്നാമത്തെ സ്റ്റേജിൽ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്ത സാധനങ്ങളെ വെയർ ഹൗസുകളിൽ സ്റ്റോർ ചെയ്യുന്നു, ലാർജ് സ്കെയിലായിട്ട് സ്റ്റോർ ചെയ്യുന്നു. വീണ്ടും സെയിൽ ടു ദി ഹോൾസെയിലർ. വെയർ ഹൗസുകളിൽ ഇങ്ങനെ ഫിനിഷ് ഗുഡ് സ്റ്റോർ ചെയ്തിട്ട് അതിനെ ഹോൾസെയിലർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു. വീണ്ടും സെയിൽ ഓഫ് ദി പ്രോഡക്റ്റ് ടു ദി റീറ്റെയിലർ. ഹോൾസെയിലർ ആണിത് റീറ്റെയിലർക്ക് വിൽക്കുന്നത്. റീറ്റെയിലർ സെയിൽ ടു ദി എൻഡ് കസ്റ്റമർ. ഇതൊരു മൾട്ടി സ്റ്റേജ് ആക്ടിവിറ്റിയാണ്. ഫ്രം മാനുഫാക്ചർ ടു ദി അൾട്ടിമേറ്റ് കസ്റ്റമർ. പല കൈകളിലൂടെ കടന്നാണ്, പല സ്റ്റേജിലൂടെ കടന്നാണ് ഒരു പ്രോഡക്റ്റ് അൾട്ടിമേറ്റ് കസ്റ്റമറിൽ എത്തിച്ചേരുന്നത്. അപ്പം ഈ ഓരോ സ്റ്റേജിലും ഇതിന്റെ മേൽ ടാക്സ് ആഡ് ചെയ്യപ്പെടുന്നുണ്ടാവാം. സോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വിൽ ബി ലെവിഡ് ഓൺ ഈച്ച് ഓഫ് ദി സ്റ്റേജസ്. GST ഓരോ സ്റ്റേജിലും ലെവി ചെയ്യപ്പെടുന്നുണ്ട്. From the purchase of raw material to the supply of goods to the ultimate customer. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഓരോ സ്റ്റേജിലും GST ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. Then which makes it a multi-stage tax. GST എന്താ, മൾട്ടി സ്റ്റേജ് ടാക്സ് തന്നെയാണ്. വാറ്റ് പോലെ തന്നെ ഒരു മൾട്ടി സ്റ്റേജ് ടാക്സ് ആണ്. അപ്പം GST is a multi-stage tax charged on the ultimate, paid by the ultimate customer. Then next, value additions. നമ്മൾ ഈ വാല്യൂ അഡീഷൻസ് കൊണ്ടെന്താ മീൻ ചെയ്യുന്നത്, ഓരോ വാല്യൂ അഡീഷൻസിന്റെ മേലും GST ചാർജ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ വാല്യൂ അഡീഷൻസ് എന്താണ്? വാട്ട് യു മീൻ ബൈ വാല്യൂ അഡീഷൻ? വാട്ട്സ് ദി മീനിങ് ഓഫ് വാല്യൂ അഡീഷൻ? ദി മാനുഫാക്ചറർ മേക്സ് ബിസ്ക്കറ്റ്സ് ബൈ ഫ്ലോർ. എന്താ, ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറും അയാളെന്താ, ഇതിന്റെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന അസംസ്കൃത വസ്തുവായ ഏതെങ്കിലും വീറ്റ് ഫ്ലോർ ആയിരിക്കാം, ഇത് വാങ്ങുന്നു. അതിൻ്റെ കൂടെ ഷുഗറും മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യുന്നു. പിന്നെ മിക്സ് ചെയ്ത് കഴിയുമ്പം വാല്യൂ അഡീഷനായി. ഒരു മാനുഫാക്ചർ, ബിസ്ക്കറ്റ് മാനുഫാക്ചർ വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ വീറ്റ് ഫ്ലോറിന്റെ കൂടെ ഷുഗറും മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, ഒരു വാല്യൂ അഡീഷൻ ആയിട്ട് മാറുന്നു. The value of the inputs increases when the sugar and flour are mixed and baked into biscuit. അപ്പം
നമ്മൾ ആ ഫ്ലോറിൻ്റെ കൂടെ ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്ന വീറ്റ് ഫ്ലോറിൻ്റെ കൂടെ ഷുഗറും മറ്റ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് അത് ബിസ്ക്കറ്റായിട്ട് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ അഡീഷൻസ് ഉണ്ടാകുന്നു. ദെൻ ദി മാനുഫാക്ചർ ദെൻ സെൽസ് ദി ബിസ്ക്കറ്റ്സ് ടു ദി വെയർ ഹൗസിംഗ് ഏജന്റ്. ഈ മാനുഫാക്ചർ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ ഇതിൻ്റെ റോ മെറ്റീരിയൽ എല്ലാം കൂടെ വാങ്ങി ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്യുന്നു. ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന ബിസ്ക്കറ്റ് മാനുഫാക്ചർ ഹോൾസ് എന്താ ചെയ്യുന്ന അയാളത് വെയർ ഹൗസ് കീപ്പർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ദി മാനുഫാക്ചർ സെൽസ് ദി ബിസ്ക്കറ്റ്സ് ദി വെയർ ഹൗസിംഗ് ഏജന്റ് ഹു പാക്സ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ബിസ്ക്കറ്റ്സ് ആൻഡ് ലേബൽസ് ഇറ്റ്. വെയർ ഹൗസ് കീപ്പർ ലാർജ് ക്വാണ്ടിറ്റി ഇത് വാങ്ങി അതിനെ പാക്ക് ചെയ്ത് പാക്കറ്റുകളിലാക്കി ലേബൽ ചെയ്യുന്നു. രണ്ടാമത്തെ വാല്യൂ അഡീഷൻ വന്നവിടെ സെക്കൻഡ് വാല്യൂ അഡീഷൻ ആയി. ദെൻ that is another additional value after which the warehouse sells it to the retailer. മാനുഫാക്ചർ റോ മെറ്റീരിയൽ മിക്സ് ചെയ്ത് ബിസ്ക്കറ്റ് ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ വാല്യൂ അഡീഷനായി. ഇത് വെയർ ഹൗസിൽ കൊണ്ടുവന്നതിനെ വലിയ വലിയ ക്വാണ്ടിറ്റി ലാർജ് ക്വാണ്ടിറ്റീസ് പാക്ക് ചെയ്ത് കഴിഞ്ഞ് അതിന് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തായിട്ട് വരുന്നു? അടുത്തൊരു വാല്യൂ ആയിട്ട് മാറി, വാല്യൂ അഡീഷൻ വന്നു. ഇനി വെയർ ഹൗസ് കീപ്പർ എന്താ ചെയ്യുന്നത്? റീറ്റെയിലേഴ്സിന് കൈമാറ്റം ചെയ്യുന്നു. റീറ്റെയിലർ പാക്കേജസ് ദി ബിസ്ക്കറ്റ്സ് ഇൻ സ്മോളർ ക്വാണ്ടിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ദി മാർക്കറ്റിംഗ് ഓഫ് ദി ബിസ്ക്കറ്റ്സ്. റീറ്റെയിലർ വീണ്ടും അതിനെ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി അത് റീറ്റെയിലർ കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വാല്യൂ അഡീഷൻ വന്നു. റോ മെറ്റീരിയലിൽ നിന്നും റീറ്റെയിലിലെത്തുമ്പോൾ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ വാല്യൂ അഡീഷൻസ് ഉണ്ട്. അതിനുശേഷം വീണ്ടും കസ്റ്റമറിന് ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ വാല്യൂ അഡീഷൻ നടക്കുന്നു. Then GST will be levied on these value additions. ഈ ഓരോ സ്റ്റേജിലും GST ലെവി ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം മാനുഫാക്ചർ ടു ദി അൾട്ടിമേറ്റ് കസ്റ്റമർ ഓരോ സ്റ്റേജിലും ഓരോ വാല്യൂ അഡീഷൻ്റെ മേലും GST ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ദി മോണിറ്ററി വർക്ക് ആഡഡ് ഓൺ ഈച്ച് സ്റ്റേജ് ടു അച്ചീവ് ദി ഫൈനൽ സെയിൽ ടു ദി എൻഡ് കൺസ്യൂമർ അല്ലെങ്കിൽ എൻഡ് കസ്റ്റമർ. ഈ ഓരോ സ്റ്റേജിലും ഇതിൻ്റെ വാല്യൂ ആഡ് ചെയ്താണ് ഇത് അവസാനം എന്താ എൻഡ് കസ്റ്റമറിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും വാല്യൂ അഡീഷൻ നടക്കുന്നുണ്ട്. ഈ ഓരോ വാല്യൂ അഡീഷൻ്റെ മേലും GST ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു മൾട്ടി സ്റ്റേജ് ആയിട്ടാണ് GST ചാർജ് ചെയ്യപ്പെടുന്നത്. ഇതൊരു മൾട്ടി സ്റ്റേജ് ടാക്സേഷൻ തന്നെയാണ്. ദെൻ GSTയെ സംബന്ധിച്ച് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് GST ഈസ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. ഇതെല്ലാം ചാർജ് ചെയ്യുന്നത് അൾട്ടിമേറ്റ് കസ്റ്റമറിൽ നിന്നുമാണ്, കൺസ്യൂമറിൽ നിന്നുമാണ്. കൺസിഡർ ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ മഹാരാഷ്ട്ര. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ GST ഈസ് ഡെസ്റ്റിനേഷൻ ബേസ്. നമ്മൾ മഹാരാഷ്ട്രയിൽ കൺസിഡർ ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ദി ഗുഡ്സ് ആർ സോൾഡ് ഇൻ കർണാടക. മഹാരാഷ്ട്രയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്നും ഇത് കർണാടകയിലാണ് അൾട്ടിമേറ്റ് കസ്റ്റമറിലേക്ക് എത്തിച്ചേരുന്നതെങ്കിൽ ഇവിടെ GST ലെവി ചെയ്യപ്പെടുന്നത് കർണാടകയിലെ അൾട്ടിമേറ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്നായിരിക്കും. ദെൻ സിൻസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ഈസ് ലെവിഡ് അറ്റ് ദി പോയിന്റ് ഓഫ് കൺസംഷൻ. നമ്മൾ പോയിന്റ് ഓഫ് കൺസംഷൻ എവിടെയാണ്? കർണാടകയാണ്. GST ഈസ് ലെവിഡ് ഓൺ പോയിന്റ് ഓഫ് കൺസംഷൻ. In this case, Karnataka, the entire tax revenue will go to Karnataka and not to Maharashtra. അപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും അത് വിൽക്കപ്പെടുന്നത് കർണാടകയിലാണെങ്കിൽ ദി എൻ്റയർ ടാക്സ് റവന്യൂ വിൽ ഗോ ടു ദി കർണാടക. കർണാടകയിലാണ് ആ ടാക്സ് റവന്യൂ കളക്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്റ്റേറ്റിലല്ല. Because GST is destination based. GST destination based ആണ്. എവിടെയാണോ ഇത് അൾട്ടിമേറ്റ് കൺസ്യൂമറിൽ എത്തിച്ചേരുന്നത്, അൾട്ടിമേറ്റ് കസ്റ്റമറിൽ ഈ പ്രോഡക്റ്റ് എത്തുന്നത്, അവിടെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പം ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്. GST is a destination based tax. അതായത് മാനുഫാക്ചറിങ് പോയിന്റിലല്ല ഇത് കളക്ട് ചെയ്യുന്നത്, എൻ്റെ കൺസംഷൻ പോയിന്റിലാണ്. ഒരു പ്രോഡക്റ്റ് കേരളത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കപ്പെടുന്ന തമിഴ്നാട്ടിലാണെങ്കിൽ
അതിൻ്റെ റവന്യൂ തമിഴ്നാട്ടിലായിരിക്കും ലെവി ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. അതിൻ്റെ റവന്യൂ ആർക്കാ കിട്ടുന്നത്? തമിഴ്നാട് ഗവൺമെൻറ്റിനാണ്. ബിക്കോസ് GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ സിസ്റ്റം. ഇനി നമ്മൾ ഈ GST പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിലേക്ക് ഒന്ന് കടന്നു പോകാം. ഫീച്ചേഴ്സ് ഓഫ് GST. ഒന്ന്, GST വിൽ ബി ഓൺ സപ്ലൈ. GST സപ്ലൈയുടെ മേലാണ് ലെവി ചെയ്യുന്നത്. ദെൻ ബേസ് ഓഫ് ചാർജിങ് ടാക്സ് പറഞ്ഞിരിക്കുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബോത്ത് ഇൻ ഇന്ത്യ വിത്ത് ഇഫക്ട് ഫ്രം 1st July 2017. GST എന്താ? ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബോത്ത് ഇൻ ഇന്ത്യ വിത്ത് ഇഫക്ട് ഫ്രം 1st July 2017. ഇപ്പൊ രണ്ടും ഗുഡ്സിന്റെ മേലും സർവീസസിന്റെ മേലും GST ചാർജ് ചെയ്യാൻ തുടങ്ങിയത് സപ്ലൈയിലാണ്. ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ഇഫക്ട് ഫ്രം 1st July 2017. ഇപ്പൊ GST ഇന്ത്യയിൽ പ്രാക്ടിക്കലി നിലവിൽ വരുന്നത് 1st July 2017 ഇറ്റ് ഈസ് ലെവിഡ് ഓൺ ബോത്ത് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സപ്ലൈയുടെ മേൽ 1st July 2017 GST ചാർജ് ചെയ്യാൻ ആരംഭിച്ചു. GSTയുടെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. രണ്ടാമത്, ഫോർ സപ്ലൈസ് ഇൻസൈഡ് ദി സ്റ്റേറ്റ്. GST തന്നെ ഇൻസൈഡ് ദി സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ തന്നെ ഉൽപാദനവും സപ്ലൈയും ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് നടക്കുന്നതെങ്കിൽ, ഫോർ സപ്ലൈസ് ഇൻസൈഡ് ദി സ്റ്റേറ്റ്, CGST will be levied or CGST will be billed to the central government and SGST will be allocated to state government. For supplies inside the state, എന്താ? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് ഉൽപാദനവും അതിൻ്റെ വിപണനവും നടക്കുന്നതെങ്കിൽ അവിടെ എന്താ? CGST will be levied or billed by the central government and SGST will be applied by the state government. ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് അതിൻ്റെ പ്രൊഡക്ഷനും സെയിലും നടക്കുന്നതെങ്കിൽ അവിടെ എന്താ? CGSTയും SGSTയും ഉണ്ട്. CGST സെൻട്രൽ ഗവൺമെന്റിന് പോകും, SGST സ്റ്റേറ്റ് ഗവൺമെന്റിന് പോകും. ഇനി രണ്ടാമത്തെ ടൈപ്പിൽ വന്നു കഴിയുമ്പോൾ ഫോർ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ്. ഇപ്പം മഹാരാഷ്ട്രയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തു കർണാടകത്തിലാണ് അതിൻ്റെ വിപണനം നടക്കുന്നതെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് മാറി. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്താ? രണ്ടും ഒരേ സ്റ്റേറ്റിൽ തന്നെ. മാനുഫാക്ചർഡ് ഇൻ കർണാടക, സോൾഡ് ഇൻ കർണാടക, അത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ദെൻ മാനുഫാക്ചർഡ് ഇൻ കർണാടക, സോൾഡ് ഇൻ മഹാരാഷ്ട്ര, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് മാറി. ദെൻ ഇൻ കേസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ്, IGST വിൽ ബി പേയബിൾ ടു സെൻട്രൽ ഗവൺമെന്റ്. അവിടെ എന്താ? ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് പേയബിൾ ടു സെൻട്രൽ ഗവൺമെന്റ്. ദെൻ GST is based on value added tax concept. GST വാറ്റിന്റെ കോൺസെപ്റ്റ് തന്നെയാണ്. അലോയിങ് ITC, ഇപ്പം അതിൻ്റെ അകത്ത് IPC. ദിസ് വിൽ ഓൾസോ ഹെൽപ്പ് ടു അവോയ്ഡ് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സസ്. കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോഡക്റ്റിൻ്റെ മേൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് മൾട്ടി സ്റ്റേജ്, പല സ്റ്റേജുകളിൽ ടാക്സ് കളക്ട് ചെയ്യുന്നു. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു കാസ്കേഡിംഗ് ഇഫക്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഓരോ സ്റ്റേജിലും പേ ചെയ്യപ്പെടുന്ന ടാക്സ് ലേറ്റർ ഓൺ അതിന് ക്രെഡിറ്റ് കിട്ടും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫെസിലിറ്റി. ദെൻ GST ഈസ് എ കൺസംഷൻ ബേസ്ഡ് ടാക്സ്. ഇറ്റ് മീൻസ് ടാക്സ് ഈസ് പേയബിൾ ഇൻ ദി സ്റ്റേറ്റ് വേർ ദി ഗുഡ്സ് ആൻഡ് സർവീസ് ആർ ഫൈനലി കൺസ്യൂംഡ്. GST ഈസ് എ കൺസംഷൻ ബേസ്ഡ് ടാക്സ്. ഏത് സ്റ്റേറ്റിലാണോ അല്ലെങ്കിൽ എവിടെയാണോ ഇത് കൺസ്യൂം ചെയ്യപ്പെടുന്നത് ആ സ്റ്റേറ്റിലായിരിക്കും ഇത് ലെവി ചെയ്യുന്നത്. ബിക്കോസ് GST ഈസ് എ കൺസംഷൻ ബേസ്ഡ് ടാക്സ്. ഈ കാര്യങ്ങൾ എന്താ? ഇതിൻ്റെ പ്രധാനപ്പെട്ട GSTയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടതാണ്. GSTയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് 5 ഫീച്ചേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 5 ഫീച്ചേഴ്സും നമ്മൾ GST പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. ഇതിന് ഈ എവല്യൂഷൻ സ്റ്റേജ് നമ്മളൊന്ന് ബ്രീഫായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, എവല്യൂഷൻ ഓഫ് GST ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ GSTയുടെ എവല്യൂഷൻ, ഇതിൻ്റെ ഏത് രീതിയിലാണ് നടപ്പിൽ വന്നത്, ബ്രീഫായിട്ട് മാത്രം നമ്മൾ അതിനെക്കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നത് എന്താ? ദി ഏർലിയർ സിസ്റ്റം ഓഫ് ഇൻഡയറക്ട് ടാക്സേഷൻ. അതിൻ്റെ ഒരു ഡിഫക്റ്റ് പ്രധാനമായിട്ടും ഇൻഡയറക്ട് ടാക്സേഷൻ്റെ പ്രധാന ഡിഫക്റ്റ് എന്താ?
മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ്. ഒരേ പ്രോഡക്റ്റിൻ്റെ മേൽ പലപ്പോഴായിട്ട് ടാക്സ് ചുമത്തപ്പെടുന്നു. അതാ ഏർലിയർ സിസ്റ്റം. നമ്മുടെ വാല്യൂ ആഡഡ് ടാക്സും അതുപോലെ സെയിൽ ടാക്സിൻ്റെ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന സെയിൽ ടാക്സിൻ്റെ ഒക്കെ പ്രധാന ഡിഫക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നതാണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ് levied by the state and central, which has led to a complex and conflicting principle in indirect tax structure. നേരത്തെ ഒരു രീതി അനുസരിച്ച് ഒരേ പ്രോഡക്റ്റിൻ്റെ മേൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും പല സ്റ്റേജുകളിൽ ടാക്സ് കളക്ട് ചെയ്തിരുന്നത് കൊണ്ട് ടാക്സ് പേയേഴ്സ് എല്ലാം ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ഒരു ടോട്ടൽ കൺഫ്യൂഷൻ ആയിരുന്നപ്പം ഇതിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം എന്താണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ സിസ്റ്റം ആയിരുന്നു ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. Then there was no uniformity in tax rates and structure across the states. നേരത്തെ എന്താ, പല സ്റ്റേറ്റുകളിലും അവർ പല ടാക്സ് ആണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കർണാടകത്തിലെ ടാക്സ് അല്ല കേരളത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും എന്താ, തമിഴ്നാട്ടിൽ ഇലക്ട്രിക്കൽ ഐറ്റംസിന് ടാക്സ് കുറവായിരുന്നു, കേരളത്തിൽ ഇലക്ട്രിക്കൽ ഐറ്റംസിന് ടാക്സ് കൂടുതലായിരുന്നു. അപ്പൊ നമ്മള് പാലക്കാട് നിന്നും ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ കോയമ്പത്തൂർ എത്താം. കോയമ്പത്തൂരും പാലക്കാടും തമ്മിൽ പല ഗുഡ്സിനും ഒരേ സാധനത്തിന് തന്നെ ഒരു 10% വില വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ സാധനങ്ങളുടെ ടാക്സ് കുറവാണ്, കേരളത്തിൽ ടാക്സ് കൂടുതലാണ്. അപ്പം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഡിഫറെൻറ്റ് ടാക്സ് റേറ്റാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താ, ആളുകൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ടാക്സ് പേ ചെയ്യാതെ കേരളത്തിലേക്കും അല്ലെങ്കിൽ ടാക്സ് കൂടുതലുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരുമായിരുന്നു. കാരണം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് വെയർ ഫോളോയിങ് ഡിഫറെൻറ്റ് ടാക്സ് റേറ്റ്സ്. ഓരോ സ്റ്റേറ്റും അവരുടേതായ രീതിയിൽ ടാക്സ് റേറ്റ് തീരുമാനിച്ചിരുന്നു. അപ്പോൾ യൂണിഫോം ടാക്സ് റേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ പല സ്റ്റേറ്റുകളിലും ഒരേ പ്രോഡക്റ്റ് തന്നെ പല വിലയാണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. Then there was too many restrictions on seamless credit available. അതുപോലെ തന്നെ എന്താ, ടാക്സ് സിസ്റ്റത്തിൻ്റെ അകത്ത് റെസ്ട്രിക്ഷൻസ്, പല റെസ്ട്രിക്ഷൻസ് വന്നിരുന്നു. പല സ്റ്റേറ്റും പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ് ഇമ്പോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ചിലയിടത്ത് ഇതിൻ്റെ ഈ ക്രെഡിറ്റ് സിസ്റ്റത്തിലൊക്കെ, ക്രെഡിറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ മേലൊക്കെ പല സ്റ്റേറ്റും പല മെത്തഡാണ് ഫോളോ ചെയ്തിരുന്നത്. ഇതൊരു ടോട്ടലി കൺഫ്യൂസിങ് സ്റ്റേജ് ആയിരുന്നു. മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സേഷൻ വന്നു, പല സ്റ്റേറ്റും പല റേറ്റ് ഫോളോ ചെയ്തു, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പലതായിരുന്നു. അതുകൊണ്ട് എന്താ, ടാക്സ് പേയേഴ്സിന് ടോട്ടൽ കൺഫ്യൂഷൻ ആയിരുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരു യൂണിഫൈഡ് ടാക്സേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ആലോചന വരുന്നത്. ദെൻ ഈ പ്രധാനപ്പെട്ട ഓബ്ജക്ട്സ് എന്താ, ഒരു 1 ജൂലൈ 2017 ഈ പറഞ്ഞിരിക്കുന്ന ഒരു വൺ നേഷൻ വൺ ടാക്സ് സിസ്റ്റം ഒക്കെ വരുന്നതിന് വേണ്ടി goods and service tax which subsumes a large number of central and state taxes into a single tax. അപ്പം ഈ കൺഫ്യൂഷൻ എല്ലാം കൂടെ അവോയ്ഡ് ചെയ്തിട്ട് മറ്റു പല സെൻട്രൽ ടാക്സുകളെയും സ്റ്റേറ്റിൻ്റെ ടാക്സുകളെയും സബ്സ്യൂം ചെയ്ത് ഒരു യൂണിഫൈഡ് ആയിട്ട് ഒരു യൂണിഫോം ടാക്സേഷൻ സിസ്റ്റത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയാണ് GST കുറിച്ച് ആലോചിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ഈ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ ഒഴിവാക്കുക, പല സ്റ്റേറ്റുകളിൽ പല ടാക്സ് ചാർജ് ചെയ്യുന്ന ആ ഒരു ഡിഫറൻസും അതുകൊണ്ടുണ്ടാകുന്ന കൺഫ്യൂഷനും ഒഴിവാക്കിയിട്ട് ഇന്ത്യ മുഴുവനൊരു വൺ നേഷൻ വൺ ടാക്സിലേക്ക് മാറുക. ഇതിന് വേണ്ടിയിട്ടാണ് 1 ജൂലൈ 2017 നമ്മൾ ഈ GST സിസ്റ്റത്തിലേക്ക് ഇന്ത്യ മാറുന്നത്. ദെൻ ഇതൊരു വളരെ ഡിഫിക്കൽട്ട് ടാക്സ് ആണ്, ഇതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു പഴയ സിസ്റ്റത്തിൽ നിന്നും പുതിയ സിസ്റ്റത്തിലേക്ക് മാറുക എന്നുള്ളത് ഹെർക്കൂലിയൻ ടാസ്ക്, വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാക്സ് ആണ്. ദെൻ GST നമ്മളെന്താ ആരംഭിക്കുന്നത് ജൂലൈ 2017 അതുപോലെ ഇത് വൺ നേഷൻ വൺ ടാക്സ് ദെൻ വൺ മാർക്കറ്റ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ്. 2004 വിജയ് കേൽക്കർ കമ്മിറ്റി ആരംഭിച്ച ഈ ഒരു റിഫോം പ്രോസസ് വർഷങ്ങളായിട്ടുള്ള ഡിസ്കഷനും തിങ്കിങ്ങും എല്ലാം കഴിഞ്ഞ് 1 ജൂലൈ 2017 റോൾ ഔട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ നടപ്പിലായി വരുന്നത്. ദെൻ ഇത് പല ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളിലും സെൻട്രലിലും ഒക്കെ നിലവിലുണ്ടായിരുന്ന പല ഇൻഡയറക്റ്റ് ടാക്സുകളെയും സബ്സ്യൂം ചെയ്താണ്. എന്ന് പറഞ്ഞാൽ GSTയിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി സബ്സ്യൂം ചെയ്താണ് GST
നിലവിൽ വന്നിരിക്കുന്നത്. GSTയുടെ പ്രിൻസിപ്പിൾ അതിൻ്റെ റൂൾസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പല സ്റ്റേറ്റുകളിലും നിലവിലുണ്ടായിരുന്ന പല ടാക്സസിനെയും പല വിധത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സിനെ സബ്സ്യൂം ചെയ്താണ് GST നമ്മൾ പ്രാക്ടിക്കലായിട്ട് നിലവിൽ കൊണ്ടുവന്നത്. ദെൻ ഇനി GST നിലവിൽ വന്നു കഴിഞ്ഞെങ്കിലും നമ്മളൊരു വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് പ്രിൻസിപ്പിൾ എല്ലാം മുന്നോട്ട് വെച്ച് 1 ജൂലൈ 2007 GST ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആരംഭിച്ചു. ഇനി ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇപ്പോഴും വളരെയധികം പ്രശ്നങ്ങളുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. ഇതും ഒരു പ്രോബ്ലം ഫ്രീ ഇൻഡയറക്റ്റ് ടാക്സേഷൻ സിസ്റ്റം അല്ല. നമ്മളൊരു മിനിമം ഒരു 5 to 10 years ഇത് നടപ്പിലാക്കാൻ മാത്രമേ പ്രോപ്പറായിട്ട് ടാക്സേഷൻ സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോളോയിങ് ആർ ദി മേജർ പ്രോബ്ലംസ് ഇൻ ദി എക്സിസ്റ്റിംഗ് ടാക്സ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യ. നിലവിലുള്ള ടാക്സേഷന്റെ പ്രശ്നങ്ങൾ, അതിനുശേഷമാണ് നമ്മൾ ഈ GSTയുടെ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. നിലവിലുണ്ടായിരുന്ന എന്താണ്? എക്സിസ്റ്റിംഗ് ടാക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബിഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് GST ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ടാക്സ് സ്ട്രക്ചർ ഹാസ് എ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓൺ കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പം ഒന്നിനു മേൽ വീണ്ടും വീണ്ടും ടാക്സ് ഓൺ ടാക്സ്, നമ്മളൊരു പ്രോഡക്റ്റിന്റെ മേൽ ആദ്യം ടാക്സ് ചാർജ് ചെയ്യുന്നു, വീണ്ടും ആ ടാക്സ് ഓൺ ടാക്സ് ചാർജ് ചെയ്യുന്നു. അപ്പം അത് ഒരു കാസ്കേഡിംഗ് ഇഫക്റ്റ് ആണ്. നിലവിലുണ്ടായിരുന്ന GST നിലവിൽ വരുന്ന ഉണ്ടായിരുന്ന ടാക്സേഷൻ സിസ്റ്റത്തിനൊരു കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓൺ കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ദിസ് അഡ്വേഴ്സ്ലി അഫക്ട്സ് കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ദി ഇൻഡിജിനസ് ഗുഡ്സ്. അപ്പം ഇനി കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സ് അത് നമ്മുടെ ഇന്ത്യയിലെ ഇൻഡിജിനസ് പ്രോഡക്ട്സിന്റെ കോമ്പറ്റീറ്റീവ് എബിലിറ്റിയെ കുറച്ചു കൊണ്ടുവന്നു. കാരണം പലപ്പോഴും നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് വില വളരെ കൂടുതലായിരുന്നു. കാരണം കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സ് ഉണ്ട്. പല സ്റ്റേജുകളിലായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും ഒരു പ്രോഡക്റ്റിന്റെ മേൽ ടാക്സ് ചാർജ് ചെയ്തിരുന്നത് കൊണ്ട് ഇന്ത്യൻ പ്രോഡക്റ്റുകളുടെ വില പലപ്പോഴും വളരെ കൂടുതലായിരുന്നു. ഇത് നമ്മുടെ എന്താ GST നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റ് ആണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഹൈ കോസ്റ്റ് ഓഫ് കംപ്ലയൻസ് ആൻഡ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഇതിന്റെ റിട്ടേൺ പ്രിപ്പയർ ചെയ്യുക, ഫയൽ ചെയ്യുക, ഇതിന്റെ ക്ലറിക്കൽ വർക്ക്, ഇതിന്റെ പേയ്മെന്റ് പ്രൊസീജിയർ എല്ലാം വളരെ ഹൈലി എക്സ്പെൻസീവ് ആയിരുന്നു. ദെൻ കോംപ്ലക്സ് ടാക്സ് സ്ട്രക്ചർ വന്നിരുന്നതാണ്, കോംപ്ലക്സ് ആയിരുന്നു. അപ്പോൾ GST നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ടാക്സ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സേഷൻ സിസ്റ്റം വാസ് വെരി കോംപ്ലിക്കേറ്റഡ്. ആ കോംപ്ലക്സ് ടാക്സ് സ്ട്രക്ചർ ഡിസ്കറേജ് എക്കണോമി ഓഫ് സ്കെയിൽ. ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു സാമ്പത്തിക ആനുകൂല്യം അത് സ്വായത്തമാക്കുന്നതിൽ നിന്നും പല പ്രൊഡ്യൂസേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഈ കോംപ്ലക്സ് ടാക്സ് സ്ട്രക്ചർ പലപ്പോഴും എന്താ അവർ പിന്തിരിയുക ചെയ്തിരുന്നത്. കാരണം ടാക്സ് സ്ട്രക്ചർ വാസ് ടോട്ടലി കൺഫ്യൂസിങ്. അപ്പം ലാർജ് സ്കെയിൽ എക്കണോമിയുടെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് അത് കൈക്കലാക്കാൻ പലപ്പോഴും എന്താ മാനുഫാക്ചറേഴ്സും ഡീലേഴ്സും ഒന്നും തയ്യാറായിരുന്നില്ല. ദെൻ പ്രോബ്ലം ഓഫ് ഡബിൾ ടാക്സേഷൻ ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ദി സെയിം ടാക്സ് ഇവന്റ്. അപ്പം ഒരേ ഇവന്റിന്റെ മേൽ, ഒരേ ടാക്സബിൾ ഇവന്റിന്റെ മേൽ ഡബിൾ ടാക്സേഷൻ. അപ്പം സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ചെയ്യും. അപ്പം ഡബിൾ ടാക്സേഷന്റെ പ്രശ്നം വന്നു. GSTയിലും ഇത് ഉണ്ടെങ്കിലും അതിൻ്റെ ആ ലെവി ആൻഡ് കളക്ഷൻ പ്രൊസീജിയർ സിംപ്ലിഫൈഡ് ആണ്. ഡ്യുവൽ ടാക്സേഷൻ ഇപ്പോഴും ഉണ്ട്. പ്രോഡക്റ്റിന്റെ മേൽ എന്താ രണ്ടും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്നുണ്ടെങ്കിലും ടാക്സ് ലെവി ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറും സിസ്റ്റവും സിംപ്ലിഫൈഡ് ആണ്. അതിന് മുമ്പുണ്ടായിരുന്ന, അതായത് GST നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ടാക്സേഷനിൽ ഈ ലെവിയും കളക്ഷനും ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ദെൻ there is no uniform compliance and administrative procedures adopted across the states. അപ്പം നമുക്കെന്താ പല സ്റ്റേറ്റുകളിൽ ഒരു യൂണിഫോം പ്രൊസീജിയർ ഇല്ലായിരുന്നു. പല സംസ്ഥാനങ്ങളും പല ടാക്സ് റേറ്റാണ് ഫോളോ ചെയ്തിരുന്നത്. അതിൻ്റെ കളക്ഷൻ പ്രൊസീജിയർ പലതായിരുന്നു, ലെവി ചെയ്യുന്ന പ്രൊസീജിയർ പലതായിരുന്നു. അപ്പോൾ ഇത് GST നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ടാക്സേഷൻ സിസ്റ്റത്തിൻ്റെ
ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫക്ട്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പറയുന്ന ഡിഫക്ട്സിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട എയിമോട് കൂടിയാണ് 1 ജൂലൈ 2017 GST ഇന്ത്യയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മൾ ആ GST കുറിച്ച് വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ GST എന്താ പറഞ്ഞിരിക്കുന്നത്? GST is a destination based tax. GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് and levied at a single point at the time of consumption of goods and services by the ultimate customer. ഇത് ലെവി ചെയ്യുന്ന അൾട്ടിമേറ്റ് കസ്റ്റമറിൽ നിന്നാണ്. ടാക്സ് ലെവി ചെയ്യുന്നതിന് ടാക്സ് പേ ചെയ്യുന്ന ആരാ? അൾട്ടിമേറ്റ് കസ്റ്റമറാണ്. ആരാണോ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നത്, ഒരു പ്രോഡക്റ്റ് വാങ്ങി കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ ഒരു സർവീസ് എൻജോയ് ചെയ്യുന്നത്, അവരിൽ നിന്നുമാണ് GST കളക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഡെസ്റ്റിനേഷൻ ബേസ്. ദെൻ അൾട്ടിമേറ്റ് കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ആണ് ഇത് പേ ചെയ്യുന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. GST ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് വാല്യൂ ആഡഡ് ടാക്സ്. വാറ്റ് തന്നെയാണ് GSTയുടെയും ബേസ് ആയിട്ട് പറയുന്നത്. ദെൻ GST ലോ എംഫസൈസസ് ഓൺ വോളണ്ടറി കംപ്ലൈൻസ്. അപ്പം വോളണ്ടറി ആയിട്ട് ഇത് കംപ്ലൈൻ ചെയ്യേണ്ട ആളുകൾ, അത് കമ്പൾഷൻ ഒന്നും ഇല്ലാതെ വോളണ്ടറി കംപ്ലൈൻസ് വരുന്നുണ്ട്. കാരണം സാധനം വാങ്ങാൻ ചെല്ലുന്ന ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമർ, അൾട്ടിമേറ്റ് കസ്റ്റമർ GST പേ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അവിടെ ഒരു കമ്പൾഷന്റെ ആവശ്യമില്ല. കാരണം വോളണ്ടറി കംപ്ലൈൻസ് അവിടെ ഓൾറെഡി എന്താ എൻഷുർ ചെയ്യപ്പെട്ടു. GSTയിൽ വോളണ്ടറി അതിന്റെ ഒരു കംപ്ലൈൻസ് അവിടെ എൻഷുർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് സാധനം പ്രോഡക്റ്റ് വാങ്ങണം, ഇതിന്റെ പേയ്മെന്റ് കൊടുക്കാതെ പറ്റില്ല. ദെൻ GST law emphasizes on voluntary compliance and on the accounts-based reporting and monitoring system. Then again, GST is a comprehensive levy and envisages tax collection on both goods and services. രണ്ടിലും ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മേൽ ടാക്സ് കളക്ഷൻ ആണ് എയിം ചെയ്യുന്നത്. ദെൻ രണ്ടിലും സെയിം റേറ്റ് തന്നെയാണ്. ഒരു യൂണിഫൈഡ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിരിക്കുന്ന ഒരു സെയിം റേറ്റ് GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്യും. ഈ റേറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധകമാണ്. Then again, GST was first introduced in France. നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ GST ലോകത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രാൻസിലാണ്. GST was first introduced in France and now more than 160 countries. നമ്മൾ ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ 160-ലധികം രാജ്യങ്ങളിൽ GST ആണ് നിലവിലുള്ള ടാക്സേഷൻ സിസ്റ്റം. ഇതൊരു ഗ്ലോബലി അക്സെപ്റ്റഡ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ സിസ്റ്റമാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ആദ്യമായിട്ട് ഫ്രാൻസിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ നിലവിൽ 160-ലധികം രാജ്യങ്ങളിൽ GST നിലവിലുണ്ട്, GST പ്രാബല്യത്തിലുണ്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഓൺ സോഷ്യോ എക്കണോമിക് ഫോർമേഷൻ. എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ ഇംപ്ലിമെന്റേഷനും അല്ലെങ്കിൽ ലെവി ചെയ്യുന്നതിനുമൊക്കെ അതാത് രാജ്യങ്ങളുടെ സോഷ്യോ എക്കണോമിക് ക്ലൈമറ്റും സോഷ്യോ എക്കണോമിക് അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് നാഷണൽ ലെവൽ GST ആൻഡ് ഡ്യുവൽ GST. രണ്ടുമുണ്ട്, നാഷണൽ ലെവലും ഡ്യുവൽ GSTയും. അതൊരു നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് IGSTയും അതുപോലെ CGSTയും SGSTയും. എല്ലാ രാജ്യങ്ങളിലും ഈ രീതിയിൽ നാഷണൽ ലെവൽ GSTയും അതുപോലെ ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ട് GSTയും ഒക്കെ ലെവി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ആദ്യത്തെ യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത യൂണിറ്റുകളിലേക്ക് പോകാം. പിന്നീട് ഒരു അവസരം നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും. സോ വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ് ഹിയർ. താങ്ക് യു.